ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് കേക്കിലെ ഐസിങ് ചെയ്യാണ്. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗള് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിരിക്കണം. ബൗളും ബ്ലേഡും എല്ലാം ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുക്കണം. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തണുത്ത ക്രീം 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം തണുത്തിരുന്നില്ലെങ്കിൽ നമുക്ക് ആ വിപ്പ് ചെയ്യുമ്പോൾ അത് ശരിയായിട്ട് കിട്ടില്ല. ക്രീമിൽ നമുക്ക് മധുരമുള്ള ക്രീം ആയതുകൊണ്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്താൽ മതി. ഇതിനി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. ഒരു 9-10 മിനിറ്റ് നേരം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് സ്റ്റിഫായിട്ടൊന്ന് ഇത് തോന്നുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇനി നമുക്കിത് കുറച്ചെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. കാരണം ഒരെണ്ണത്തിലേക്ക് നമുക്ക് ഇച്ചിരി കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ടൊരു റോസ് ഫ്ലവർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം എടുത്ത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് റെഡ് കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു കുറച്ച് റെഡ് കളറും കുറച്ച് ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കളർ കോമ്പിനേഷൻ അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് താല്പര്യമുള്ള കളറുകൾ എടുത്ത് അതുപോലെ ചെയ്യാം. ഏത് കളർ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ ലിക്വിഡ് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിരിക്കുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ക്രീം ലൂസായി പോവാതെ നോക്കണം. ക്രീം ലൂസായി പോയിട്ടില്ല. ഇപ്പോൾ സ്റ്റിപ്പിളും നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വൈറ്റ് ക്രീമും ഒന്നെടുത്ത് മാറ്റി വയ്ക്കാം. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കെടുത്ത് കേക്ക് ലെയർ ചെയ്യണം. കേക്കിൻ്റെ മുകൾ ഭാഗം മാത്രമേ ഞാനത് കളയുന്നുള്ളൂ. പൊന്തി വന്നിരിക്കുന്ന ആ ഭാഗം മാത്രം ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞില്ല. ഇത് നമ്മൾ ഏറ്റവും അടിയിലത്തെ ലെയറായിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് കളയാതിരുന്നത്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നല്ല സോഫ്റ്റ് കേക്ക് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുറിച്ച് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോകും വേഗം. മൂന്ന് ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കേക്ക് എടുക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഒന്ന് തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ആദ്യത്തെ ലെയർ നമ്മൾ വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് അല്പം ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഇതൊരു വാനില ബർത്ത്ഡേ കേക്ക് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വൈറ്റ് ക്രീം ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് എത്ര തിക്നെസ്സിൽ വേണോ അതിൻ്റെ ആവശ്യാനുസരണം നമ്മൾ ക്രീം എടുത്ത് കേക്കിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ലെയർ വയ്ക്കാം. രണ്ടാമത്തെ ലെയറിലും ആദ്യം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. കേക്ക് നല്ലതുപോലെ വെറ്റായതിന് ശേഷം വീണ്ടും നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നു. മൂന്നാമത്തെ ലെയർ വയ്ക്കുക. വീണ്ടും അതേ പ്രോസസ്സ് നമ്മൾ ചെയ്യാണ്. ഈ കേക്ക് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് ഒന്ന് കവർ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു അരമണിക്കൂർ നേരം നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം എടുത്ത് ബാക്കി ഐസിങ് ചെയ്യാം.
അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഐസിങ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കുക. എവിടെ മുകൾ ഭാഗത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ സൈഡിൽ നിന്നാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള തിക്നെസ് അനുസരിച്ച് വേണം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ. ഇത് കേക്കിൻ്റെ ചുറ്റും കംപ്ലീറ്റ് ഒരേ തിക്നെസ്സിൽ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. കംപ്ലീറ്റ് നമ്മളിത് റൗണ്ട് ചെയ്ത് അത് ലെവൽ ചെയ്ത് കൊടുക്കണം. സൈഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേൽഭാഗം ലെവൽ ചെയ്ത് കൊടുക്കണം. എക്സസ് ആയിട്ടുള്ള ക്രീം നമ്മൾ എടുത്തങ്ങ് മാറ്റിയാൽ മതി. ഇനി ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ റോസ് ഫ്ലവർ ചെയ്യാനാണ്. 611 നോസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ നോസിൽ ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ നോസിലിൻ്റെ ഒരു ഭാഗം അല്പം ചെറുതായിട്ട് ചെരിഞ്ഞാണെങ്കിൽ ആ ഭാഗം മുകളിലേക്ക് പിടിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. എപ്പോഴും നോസ് വരയ്ക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണാം. നോസിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ക്രീം ഞാൻ ഈ കവറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളൊരു ഗ്ലാസ്സിലേക്ക് കവർ ഇറക്കി വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഒരു ഗ്ലാസ്സിലേക്ക് അവരുടെ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ ആ ക്രീം അതിനകത്തേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതൊരു ഫ്ലവർ നെയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റോസ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഒരുവിധം ബേക്കറി ഐറ്റംസ് കിട്ടുന്ന കടകളിലൊക്കെ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ക്രീം ബേസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വെറുതെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു ആർച്ച് ഷേപ്പിൽ നമ്മൾ വെറുതെ വരച്ചു കൊടുത്താൽ മതി. നിങ്ങൾ നോസിൽ എൻ്റെ പൊസിഷൻ ഒന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ ചെറിയ ഭാഗം ഞാൻ മുകളിലേക്ക് വരത്തക്ക രീതിയിലാണ് പിടിച്ചിരിക്കുന്നത്. റൗണ്ടിൽ വേണം വരച്ചു കൊടുക്കാൻ. ഒരു പെറ്റലിന്റെ നടുഭാഗത്തു നിന്ന് വേണം അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഒരു പെറ്റലിന്റെ നടുഭാഗത്തു നിന്നാണ് ഞാൻ അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ റൗണ്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ അത് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ കേക്കിന്റെ മുകളിൽ അല്പം ക്രീം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഫ്ലവർ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേക്കിലേക്ക് ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർക്ക് കൊണ്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അത് അവിടെ വേഗം നമുക്കങ്ങ് തെന്നി മാറിപ്പോവും. അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരല്പം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഫ്ലവർ വെച്ച് കൊടുക്കണം. ഞാൻ രണ്ട് മൂന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്.
വെക്കുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് വെക്കണം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് ചെയ്തെടുക്കാം കേട്ടോ. 2 കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഫ്ലവർ ചെയ്തെടുക്കാം. ഒന്ന് 2 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. നമുക്ക് ഇതിന് കുറച്ചുകൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ കളർ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്, യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറുതായിട്ട് ലീഫ് വരച്ചു കൊടുത്തേക്കാണ്. അതിനൊരൽപ്പം പരന്ന ഒരു നോസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഐഡിയക്ക് അനുസരിച്ച് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ലീഫ് വരയ്ക്കാം. ലീഫ് വലുതാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പ്രഷർ കൊടുത്താൽ മതി. ലീഫ് ഇച്ചിരിയുടെ വലുതായി കിട്ടും. ഇനി ചെറിയ ലീഫ് ആണെങ്കിൽ നമ്മൾ അതിന് പ്രഷർ കുറച്ച് കൊടുത്താൽ മതി. ഏകദേശം ലീഫ് ഇത്ര മതി എന്ന് തോന്നുന്നു. ഇനി ഞാൻ ആദ്യം തന്നെ ഇതിന്റെ പേരും എന്താ നമുക്ക് എഴുതാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളങ്ങ് എഴുതുക. അതിനുശേഷം ബാക്കി ഡെക്കറേഷൻസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ പൈപ്പിംഗ് ബാഗിൽ ഞാൻ നോസിലൊന്നും വെച്ചിട്ടില്ല. എൻ്റെ ടിപ്പ് ഒരൽപ്പം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിത് ചെയ്തു കൊടുക്കാം. ഇനി നമുക്കിതിന്റെ സൈഡ് കൂടി ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇത് 2 യെല്ലോ കളറും ബ്ലൂ കളറും കൂടെ ഞാൻ വെറുതെ അങ്ങ് മിക്സ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. ഇപ്പൊ 2ന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് അതിന്റെ ബോർഡർ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോർഡർ നമുക്ക് ചെയ്തെടുക്കാം. ക്രീം ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മുടെ കൈ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതങ്ങ് പോകും, പെട്ടെന്ന് തന്നെ പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. മുകളിലും കൂടെ കുറച്ചൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മേളിൽ കുറച്ച് ഷുഗർ ബീഡ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഷുഗർ ബീഡ്സും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം പൂർത്തിയായി. കുറച്ച് ഷുഗർ ബീഡ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.